Kerala Health Minister Veena George reaffirmed the state's commitment to becoming a child-safe state, describing it as a goal-driven mission that began 6 months ago. As part of his ambitious initiative, authorities have set monthly targets to ensure steady progress. One key area of intervention is the prevention of the child begging, for which officials have identified approximately 110 hotspots across the state. Initial operations have already commenced, marking a significant step forward. This is a work towards a great goal for the state, said George, emphasizing the government's dedication to child welfare and protection. സംസ്ഥാനം ബാലസുരക്ഷിത സംസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം 6 മാസം മുൻപ് നമ്മൾ ആരംഭിച്ചിരുന്നു. ഓരോ മാസവും കൃത്യമായ ടാർഗറ്റ് ഇന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ബാലസുരക്ഷിത കേരളത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു 6 മാസം പിന്നിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ബാലഭിക്ഷാടനം ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ 110ഓളം ഹോട്ട്സ്പോട്ടുകൾ സംസ്ഥാനത്തുടനീളം ഐഡൻറ്റിഫൈ ചെയ്തതും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്തുന്നതുമൊക്കെ. തീർച്ചയായിട്ടും സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. സംസ്ഥാനം ബാലസുരക്ഷിത സംസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം 6 മാസം മുൻപ് നമ്മൾ ആരംഭിച്ചിരുന്നു. ഓരോ മാസവും കൃത്യമായ ടാർഗറ്റ് ഇന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ബാലസുരക്ഷിത കേരളത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു 6 മാസം പിന്നിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ബാലഭിക്ഷാടനം ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ 110ഓളം ഹോട്ട്സ്പോട്ടുകൾ സംസ്ഥാനത്തുടനീളം ഐഡൻറ്റിഫൈ ചെയ്തതും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്തുന്നതുമൊക്കെ. തീർച്ചയായിട്ടും സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. സംസ്ഥാനം ബാലസുരക്ഷിത സംസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം 6 മാസം മുൻപ് നമ്മൾ ആരംഭിച്ചിരുന്നു. ഓരോ മാസവും കൃത്യമായ ടാർഗറ്റ് ഇന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ബാലസുരക്ഷിത കേരളത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു 6 മാസം പിന്നിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ബാലഭിക്ഷാടനം ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ 110ഓളം ഹോട്ട്സ്പോട്ടുകൾ സംസ്ഥാനത്തുടനീളം ഐഡൻറ്റിഫൈ ചെയ്തതും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്തുന്നതുമൊക്കെ.